what about your opinion about our country? ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. നമ്മൾ ലാസ്റ്റ് ഏപ്രിലിൽ ഉസ്ബെക്കിസ്ഥാനിലേക്ക് ഒരു ട്രിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈദ് ഹോളിഡേയ്സിനാണ് അവിടേക്ക് പോയത്. അബുദാബിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. നമ്മൾ നേരത്തെ അസർബൈജാനിലേക്ക് പോയതുപോലെ തന്നെ ഇത്തവണയും വിസൈറിൻ്റെ ഫ്ലൈറ്റിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകളൊന്നും പോയിട്ടില്ലാത്തൊരു കൺട്രിയാണ് ഈ ഉസ്ബെക്കിസ്ഥാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ടൊന്നും ആ രാജ്യത്തെക്കുറിച്ച് അറിയുന്നുണ്ടായിരുന്നില്ല. കുറച്ച് വ്ളോഗ്സൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളും ആ രാജ്യം സെലക്ട് ചെയ്തത്. ഒരുപാട് പ്രതീക്ഷകളൊന്നും ഇല്ലാതെ നമ്മൾ കാണാൻ പോയൊരു സ്ഥലമായിരുന്നു അത്. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു അവിടുത്തെ കാഴ്ചകളും അവിടെയുള്ള ആൾക്കാരുടെ പെരുമാറ്റവും ഒക്കെ. നമ്മൾ അബുദാബിയിൽ നിന്ന് ആദ്യം സമർഖണ്ഡിലേക്കാണ് പോകുന്നത്. വെളുപ്പിനെയായിരുന്നു ഫ്ലൈറ്റ്. നമ്മൾ നേരത്തെ അസർബൈജാനിൽ പോയതുപോലെ തന്നെ ഇത്തവണയും നമ്മൾ 3 ഫാമിലി ഒന്നിച്ചാണ് പോയത്. ഒന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ ഫാമിലി ആയിരുന്നു. ഒരു ഫാമിലി നമ്മുടെ കൂടെ നേരത്തെ അസർബൈജാനിൽ വന്നിട്ടുള്ള ഫാമിലി തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ നല്ല എക്സൈറ്റഡ് ആണ്. നമ്മൾ നൈറ്റ് എയർപോർട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. ഞങ്ങൾ സമർഖണ്ഡിൽ എത്തിച്ചേർന്നപ്പോൾ മോർണിംഗ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റിലിരുന്ന് തന്നെ സൺറൈസിൻ്റെ നല്ലൊരു വ്യൂ ഒക്കെ കാണാനായിട്ട് പറ്റി. നമ്മൾ പോകുന്നത് ഏപ്രിൽ ആയതുകൊണ്ട് ഒരുപാട് തണുപ്പൊന്നും ഇല്ലായിരുന്നു. ഒരു നോർമൽ ക്ലൈമറ്റ് ആയിരുന്നു. തണുപ്പൊക്കെ മാറി വന്ന സമയമായതുകൊണ്ട് നല്ല ഗ്രീനറിയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റി. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കൺട്രി ഒന്നുമല്ല ഈ ഉസ്ബെക്കിസ്ഥാൻ. അതുകൊണ്ട് സാധാരണക്കാർക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു കൺട്രിയാണ്. ഒരുപാട് വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാതെയാണ് ഞങ്ങൾ ഈ രാജ്യത്തേക്ക് പോയത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിലും ഒരുപാട് മനോഹരമായിട്ടുള്ളൊരു കൺട്രി ആയിരുന്നു ഇത്. ഞങ്ങൾ ഇത്രയും ആൾക്കാരുള്ളത് കൊണ്ട് നേരത്തെ തന്നെ ഹോട്ടൽസും കാറും ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെയുള്ള ഒരു ഫാമിലി ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ സജീർക്കയാണ് ഈ ട്രിപ്പിൻ്റെ ഫുള്ള് പ്ലാനും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് അയക്കാൻ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതേ ഉള്ളൂ. ഫുള്ള് പ്ലാനും ചെയ്ത് വെച്ചിരിക്കുന്നത് സജീർക്ക തന്നെയാണ്. ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ വാണ്ടറിങ് ഫുഡിയുടെ വ്ളോഗ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മൾ ഹമീദ് ഭായിയെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഹമീദ് ഭായി ആണ് കുറേയൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത്. കാറും ഗൈഡും ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നത് ഹമീദ് ഭായി ആണ്. പല പല ആൾക്കാരായിരുന്നു നമുക്ക് ഗൈഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സമർഖണ്ഡിൽ നമ്മൾ 3 ഡേയ്സും 2 നൈറ്റുമാണ് സ്റ്റേ ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ താഷ്കണ്ടിലേക്ക് പോയി. ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ സിറ്റി താഷ്കണ്ടാണ്. നമ്മൾ ആദ്യം വന്ന് ഇറങ്ങിയത് സമർഖണ്ഡിലാണ്. ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ താഷ്കണ്ടിലേക്ക് പോവും. പിന്നെ നമ്മൾ താഷ്കണ്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. അതുപോലെ റിട്ടേൺ നമ്മുടെ ഫ്ലൈറ്റും താഷ്കണ്ടിൽ നിന്ന് തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റേ ചെയ്തത് ഈ ഒരു ഹോട്ടലിലാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു ഹോട്ടലായിരുന്നു ഇത്.
നമ്മൾ കുറച്ച് സമയം ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ സൈറ്റ് സീയിങ്ങിനായിട്ട് ഇറങ്ങി. നമ്മൾ UAE ദിർഹം ആദ്യം ഡോളറായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് അവിടെ പോയത്. ഇനി നമുക്ക് അവിടുത്തെ സോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ സജീർക്ക പോയി കുറച്ച് ഡോളേഴ്സ് സോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ലക്ഷങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. $1 എന്ന് പറഞ്ഞാൽ അവിടുത്തെ 11,000 സംതിങ് ഉസ്ബെക്ക് സോമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അവരുടെ സമോസ ട്രൈ ചെയ്തു. നമ്മുടെ സമോസ പോലെ ഒരു സ്നാക്കാണത്. മീറ്റിൻ്റെ ഫില്ലിംഗ് ഉള്ളതും സ്വീറ്റ് ആയിട്ടുള്ള സമോസയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ടേസ്റ്റുള്ളൊരു സ്നാക്കാണിത്. ചായയും കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ ചായക്ക് പറഞ്ഞപ്പോൾ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ചായയാണ് കൊണ്ടുവന്നത്. കറക്റ്റ് പറഞ്ഞാൽ അതൊരു ഗ്രീൻ ടീ തന്നെയാണ്. ഗ്രീൻ ടീയുടെ കളറും ഒക്കെ ആയിട്ട് അവർ സെർവ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ചെറിയ ബൗളിലാണ്. ഒട്ടും മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കുടിക്കാൻ കുറച്ച് പാടായിരിക്കും. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഒരു മ്യൂസിയത്തിലേക്കാണ് പോയത്. ഉസ്ബെക്കിസ്ഥാനിലെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസിൽ ഒന്നാണ് ഈ ഖുർ-അമീർ മ്യൂസിയം. ഇവിടെയാണ് അമീർ ത്വമീറിനെ അടക്കിയിരിക്കുന്നത്. ഒരുപാട് ഖബറൊക്കെയാണ് അതിനുള്ളിലുള്ളത്. അവരുടെ മക്കളുടെയും അങ്ങനെ ഒരുപാട് പേരുടെ ഖബർ അതിനുള്ളിലുണ്ട്. നമ്മൾ അവിടെ വെച്ച് കുറച്ച് സ്റ്റുഡൻസിനെ കണ്ടു. അപ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. But in other regions, she's from Kashkadarya, where the great Timur was born, Kashi, and she's from Navai. It's the new region in our republic. Nice to see you. Nice to meet you. Same. Thank you. This is father, the mosaic-covered. The next, this one's who is Muhammad Sultan's nephew, no, grandson. Firstly, he announced it. Muhammad Sultan is here for his government. And the first one, mosaic-covered, and this one is ⴚᴜ as you know. I think the Olympics observation, observatory. He was astrologist. He observed the stars. The stars. Before the next one is that. This one Shohrukh Mirza.
the latest son of Amberville, this one. And this one is that. Abdurrahman Mirza. This Abdurrahman Mirza also was one of his grandchildren. This one is this one. Sayyid Umar, I don't know exactly who is he. And the next, the smallest one was, He knows well the history of Uzbekistan. What about your opinion about our country? Well, it's place very beautiful. We came through the videos, so that's why we came we here. watched videos about YouTube. this. Yeah. So that's the reason we came there. Yes. This cemetery. ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലായിട്ട് തന്നെ കുറേ സൂനിയർ ഷോപ്സും അതുപോലെ ഒരു ചെറിയ മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടുന്ന് കൂടുതലായിട്ടൊന്നും പർച്ചേസ് ചെയ്തില്ല. പിന്നെ നമ്മൾ അവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി. വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് വരുന്നതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ പാർട്സ് ആയിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. കൂടുതൽ നല്ല നല്ല വീഡിയോസുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.